ഞാനും എൻ്റെ കുഞ്ഞിച്ചക്കന്മാരും കൂടെ ചേർന്ന് ഇവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 5-6 ലക്ഷം പേര് കണ്ട വീഡിയോ ആണ്. അപ്പോൾ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു മേക്ക് ഓവറും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിവിടെ കുറേ പ്ലാന്റ്സുകളൊക്കെ വെക്കാം. ഈ പഴയത് കണ്ട് മടുത്തു. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, എനിക്ക് കുറേ നാളൊരു പ്ലാന്റ്സ് കണ്ട് കഴിയുമ്പോൾ എനിക്ക് മടുക്കും. അപ്പോൾ അവിടെ പുതിയ പ്ലാന്റ്സുകൾ വെക്കാൻ ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ പലരും അങ്ങനെയാണ് എന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കമൻറ്റ് ചെയ്തേരെ കേട്ടോ. അപ്പോൾ അല്ലുക്കുട്ടൻ പറഞ്ഞു അല്ലുക്കുട്ടൻ പ്ലാന്റ്സുകൾ വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കുഞ്ഞാഗ്രഹമല്ലേ, അപ്പോൾ അതൊന്ന് സഹായിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അല്ലുക്കുട്ടൻ്റെ മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് പറയണം കേട്ടോ. അടിപൊളി ഇവിടെ ഫുള്ള് ഇങ്ങനെ ക്രോട്ടൺ വെക്കണം. നേരത്തെ എന്തോ ക്രോട്ടണാണ് വെക്കുന്നേ? യെല്ലോ ക്രോട്ടൺ. അപ്പോൾ ഏത് ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണെങ്കിലും ഒരേ പ്ലാന്റ്സുകൾ കുറേ അധികം വെച്ചെടുപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണിത്. ഈ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും മഞ്ഞയൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തോ കണ്ണിന് നല്ല കുളിർമ തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു പണിയും മുഴുമിക്കാൻ സമ്മതിക്കാതെ മഴയെത്തി. അപ്പോൾ നമുക്ക് സിംബക്കൂട്ടിന് ഇച്ചിരി മരുന്ന് കൊടുക്കാം കേട്ടോ. സിംബയ്ക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറയുമ്പോൾ വളരെ സ്ലോയിലി അവരുടെ സൈഡിൽ കൂടി ഇങ്ങനെ വായി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നുണഞ്ഞ് ഇറക്കും. അപ്പോൾ നമുക്ക് പെറ്റ്സ് ഡോഗിനൊക്കെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മെഡിസിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പെറ്റ് ഡോഗ്സിനൊക്കെ അല്ലെങ്കിൽ പെറ്റ് ഏതിന് ക്യാറ്റിനാണെങ്കിലും എല്ലാം ഇങ്ങനെ നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ സിംബയെയും അല്ലുവിൻ്റെ മേക്ക് ഓവറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.